നമ്മളിപ്പോൾ ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ട് എന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങിയാൽ ആ ക്ലോസ് ആയ ഫ്രണ്ട് ആയാൽ പോലും അയാൾ വിചാരിക്കുന്നത് എന്നെക്കാളും താഴെ വരണമെന്നാണ് വിചാരിക്കുക, എന്നെക്കാളും മുകളിൽ പോകരുത് എന്നായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നത്. എല്ലാരെ കുറിച്ചല്ല, ഫ്രണ്ട്സ് അങ്ങനെയാണ് അല്ലെ. നമ്മളെ രക്തബന്ധത്തിൽപ്പെട്ട നമ്മളെ സഹോദരന്മാരാട്ടെ, സ്വന്തം സഹോദരനായാലും നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലും അയാളും ആഗ്രഹിക്കുന്നത് എന്താ, ബിസിനസ് എന്റെ ഒപ്പമായാലും മതി, എന്നെക്കാളും മുകളിൽ പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നതാണ് കൂടുതൽ എല്ലാവരും. പക്ഷെ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് എന്നേക്കാൾ മുകളിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ബന്ധത്തിന്റെ പേരാണ് എന്ത്, ഉപ്പ. അതാണ് ഉപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഉപ്പാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ എനിക്ക് ഞാൻ കൂടുതൽ ഉമ്മാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഉപ്പ എന്റെ ചെറുപ്പം മുതൽ എന്നെ 8 വയസ്സ് 9 വയസ്സ് ഇരിക്കുമ്പോൾ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. അപ്പൊ ഉപ്പാനെ കുറിച്ചിട്ട് കൂടുതൽ ആ ഒരു സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഉപ്പാനെ കുറിച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് വായിസ് ചെയ്യാനോ വീട് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഞാനൊരു ഉപ്പ ആയതിനു ശേഷമാണ് നമ്മളുടെ മക്കൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഉപ്പായതിനു ശേഷമാണ് എനിക്ക് ഇതുപോലെ ആയിരിക്കും എന്റെ ഉപ്പയും എന്നെ സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ പ്രവാസികളായ ഒരുപാട് ഉപ്പമാർ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നത് അല്ലെ. നമ്മളുടെ മക്കൾ പഠിച്ച് വലുതാവണം, നല്ല എഡ്യൂക്കേഷൻ, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ മക്കള് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, അതിനുവേണ്ടി എത്ര ചെലവിടാൻ നമ്മൾ റെഡിയല്ലേ അല്ലെ. നമ്മളെ കോമ്പറ്റീഷന് മക്കളെ മത്സരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മക്കളും ഫസ്റ്റ് ആവണം. അടുത്ത മത്സരിക്കുന്നവന്റെ അനിയന്റെ മക്കളായിരിക്കാം ചിലപ്പോ റിലേറ്റീവ്, പക്ഷെ അവിടെ ഒന്നും അവൻ അത് നോക്കുന്നില്ല, അവന്റെ മക്കള് ഫസ്റ്റ് ആവണം അല്ലെ, ഉയർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധത്തിന്റെ പേരാണ് ഉപ്പ എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, തെറ്റില്ല. മറ്റൊരു ചവിട്ടി താത്തണമെന്നല്ല, മത്സരിച്ച് ഫസ്റ്റ് ആവണം, അവർ ഉന്നതിയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഉപ്പമാർ നമ്മൾ അറിയാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരാണെന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് നിന്റെ ഉമ്മയാണ് ഒരു പ്രാവശ്യം, 2ാം പ്രാവശ്യം നിന്റെ ഉമ്മ, 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മ, 4ാമത്തെ പ്രാവശ്യമാണ് ഉപ്പ എന്ന്. കാരണം ഉമ്മ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. നമ്മൾ ഉമ്മാന്റെ സ്നേഹം അധികം ആൾക്കാരും അറിയുന്നില്ല. ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലെ ഉമ്മ മുലപ്പാൽ തന്നതും 9 മാസം ഗർഭം ചുമന്ന ആ കഷ്ടപ്പാടൊന്നും നമുക്ക് അറിയില്ല അല്ലെ. നമ്മളെ ചെറിയ കുട്ടിയല്ല, അപ്പൊ അറിയുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ഉറക്കം സഹിച്ചിട്ടുണ്ട്, രാത്രി ഉറങ്ങിയാൽ ഉറക്കമില്ല, എത്ര രാത്രി 2 മണിക്ക് നമ്മൾ കരഞ്ഞാലും ഉമ്മ നമ്മൾ എണീറ്റ് മുലപ്പാൽ തന്നതും അല്ലെ, നമ്മളെ കാഷ്ടങ്ങൾ എടുത്തതും 9 മാസം എത്ര പിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തി. ഇതൊന്നും നമ്മൾ കാണാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയെ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവരും ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് കടപ്പാട് വെക്കണമെന്ന് ഉമ്മയെ കുറിച്ച് പറയും. പക്ഷെ ഉപ്പാന്റെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എത്ര വർഷമായി ഗൾഫില അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, എല്ലാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ അങ്ങനെ ഉപ്പാന്റെ സ്നേഹം നമ്മളെല്ലാം കാണുന്നുണ്ട് അല്ലെ. പക്ഷെ ഉപ്പാനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല, ഉപ്പാനെ കുറിച്ചിട്ട് എഴുതുന്നതെല്ലാം കുറവാണ്. അപ്പോൾ എഴുതില്ലെങ്കിൽ നമ്മ ഉപ്പ അങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. കാരണം നമുക്കറിയാം നമ്മളെ ഭാര്യമാരാണ് മക്കളെ അത്ര കഷ്ടപ്പെട്ട് പോയിട്ട് വളർത്തുന്നത്. നമ്മളതിന്റെ ഒരു 100ൽ 20% പോലും നമ്മളത്ര കഷ്ടപ്പെടുന്നില്ല. നമ്മളെ ഭാര്യമാർ നമ്മൾക്ക് മക്കളെ കഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ അധ്വാനിക്കുന്നു, പൈസ കൊടുക്കുന്നു, വേറെ ഒന്നും നമ്മൾ അറിയുന്ന ഇല്ല. പക്ഷെ ആക്കും അതേപോലെ സ്നേഹം ഉണ്ട്. ഒരു ജെന്യൂനായ സ്നേഹം, മക്കളെ സ്നേഹിക്കുന്നതിൽ ജെന്യൂനായ അല്ലെ, ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതിൽ ജെന്യൂനായ ബന്ധത്തിന്റെ പേരാണ് ഉപ്പ.